Module 1, Logistics and Supply Chain Management, Part 7. Fourth Party Logistics, that is 4PL. It is an arrangement in which a firm contracts out or outsources its logistical operations to two or more specialist firms, that is the third party logistics, and hires another specialist firms, that is fourth party, to coordinate the activities of the third parties. ഇവിടെ ഔട്ട്സോഴ്സിംഗ് തന്നെയാണ് വരുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്താണെന്നുള്ളത് എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട്. കമ്പനിയുടെ മെയിൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോർ ആക്ടിവിറ്റീസ് ആ കമ്പനികൾ തന്നെ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് മറ്റുള്ള ഫേംസിനെ ഏൽപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഔട്ട്സോഴ്സിംഗ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ തേർഡ് പാർട്ടീസിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മറ്റുള്ള ഫേംസിനെ ആ ആക്ടിവിറ്റീസ്, ഈ തേർഡ് പാർട്ടി ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം മറ്റുള്ള കമ്പനീസിനെ ഏൽപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സിൽ വരുന്നത്. 4PL is a supply chain indicator that assembles and manages the resources, capital, technology and capabilities of its own organization and other organizations who provide complementary services to design, build and deliver a comprehensive supply chain solution. ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഫേമിൽ നിന്നും ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് കസ്റ്റമറിലേക്ക് എത്തുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിനിടയിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും അസംബിൾ ചെയ്യുക ആൻഡ് മാനേജ് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങളാണ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സിൽ വരുന്നത്. ഇവിടെ അസംബിൾസ് ആൻഡ് മാനേജേഴ്സ് റിസോഴ്സസ് ആവാം, ക്യാപിറ്റൽ ആവാം, ടെക്നോളജി ആവാം, അതുപോലെ തന്നെ കേപ്പബിലിറ്റീസ് ഓഫ് ഓൺ ഓർഗനൈസേഷൻ, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും റിസോഴ്സസിനെയും ക്യാപിറ്റലിനെയും ടെക്നോളജിനെയും മാനേജ് ചെയ്യുക, അസംബിൾ ചെയ്യുക. അത് ഓരോ ഓർഗനൈസേഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കോംപ്ലിമെൻ്ററി സർവീസസ് ചെയ്യുന്ന, അതായത് ഒരു ഓർഗനൈസേഷൻ തന്നെ മറ്റുള്ള കമ്പനികളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയും കൂടെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ കോംപ്ലിമെൻ്ററി സർവീസസ്. കോംപ്ലിമെൻ്ററി സർവീസസ് വരുന്നുണ്ട്. ഡിസൈൻ, ബിൽഡ് ആൻഡ് ഡെലിവർ എ കോംപ്രിഹെൻസീവ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻ. സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, ഡെലിവർ ചെയ്യുക. ഡെലിവർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സിൽ എന്താണ്, പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 4PL, അതായത് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സിൽ ചെയ്യുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെയോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള ഓർഗനൈസേഷൻസിൻ്റെയോ ക്യാപിറ്റൽസിനെയും റിസോഴ്സസിനെയും ടെക്നോളജീസിനെയും അസംബിൾ ചെയ്യുക, മാനേജ് ചെയ്യുക, അതുപോലെ അവിടെയുള്ള സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിനെ ഡിസൈൻ ചെയ്യുക, ബിൽഡ് ചെയ്യുക, ഡെലിവർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. A typical 4PL would eliminate complexity and can deliver innovation due to its overall and comprehensive approach and views towards it. അപ്പോൾ 4PLലൂടെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിലുണ്ടാകുന്ന കോംപ്ലക്സിറ്റി കുറയ്ക്കാനും അതുപോലെ തന്നെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഡെലിവറി ആക്ടിവിറ്റീസ്, അതുപോലെ എല്ലാ ഫങ്ഷൻസും ഇന്നൊവേറ്റീവായിട്ട് ഐഡിയ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പല ഐഡിയാസും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും പെർഫോം ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. 2 key distinctions make the concept of 4PL unique and set in apart from other supply chain outsourcing options available in the market. അതായത് രണ്ട് കാര്യങ്ങളാണ് മറ്റുള്ള സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിൽ നിന്നും 4PLനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ്ലി, a 4PL delivers a comprehensive supply chain solution. ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് പ്ലാൻഡ് ആയിട്ടുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയിൻ സൊല്യൂഷൻ, സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സെക്കൻഡ്ലി, a 4PL delivers value through the ability to have an impact on the entire supply chain. ഒരു സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിനെ ഫുള്ള് കോർഡിനേറ്റ് ചെയ്യുക, അസംബിൾ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെയുള്ള റിസോഴ്സസിനെ, ക്യാപിറ്റലിനെ, കേപ്പബിലിറ്റീസിനെ, ആ ഒരു ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റീസിനെ എല്ലാത്തിനെയും ഇവിടെ മാനേജ് ചെയ്യാൻ അസംബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതർ സർവീസസിനെ ഡിസൈൻ ചെയ്യുകയും ബിൽഡ് ചെയ്യുകയും ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാം, ഫസ്റ്റ്ലി അത് ഒരു കോംപ്രഹെൻസീവ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻ ഫോർവേഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എബിലിറ്റി ടു ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ എൻറ്റയർ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനിലെ എല്ലാ ആക്ടിവിറ്റീസും, അതായത് ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് റോ മെറ്റീരിയൽസിൻ്റെ, അതായത് റിസോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് തുടങ്ങി പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റേജസ് ഓഫ് 4PL ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ്. ഫസ്റ്റ് വൺ ഇസ് റീഇൻവെൻഷൻ. അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് ഇസ് റീഇൻവെൻഷൻ. Reinvention takes advantage of the traditional supply chain management consulting skills, aligns business strategy with supply chain strategy,
and is facilitated by technology that integrates and optimizes operations both within and across participating supply chains. റീഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഇന്നോവേഷൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഹയസ്റ്റ് ലെവലാണ് റീഇൻവെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് റീഇൻവെൻഷൻ. റീഇൻവെൻഷൻ ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് ട്രഡീഷണൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് സ്കിൽസ്. അതായത് ട്രഡീഷണൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ സെയിം അഡ്വാൻറ്റേജ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് അലൈസ് ബിസിനസ് സ്ട്രാറ്റജി വിത്ത് സപ്ലൈ ചെയിൻ സ്ട്രാറ്റജീസ്. അപ്പോൾ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജീസിനെ ട്രഡീഷണൽ ബിസിനസ് സ്ട്രാറ്റജീസ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ആൻഡ് ഇസ് ഫെസിലിറ്റേറ്റഡ് ബൈ ടെക്നോളജി ആൻഡ് ഇൻ്റഗ്രേറ്റ്സ് ഒപ്റ്റിമൈസസ് ഓപ്പറേഷൻസ് ബോത്ത് വിത്തിൻ ആൻഡ് അക്രോസ് പാർട്ടിസിപ്പേറ്റിംഗ് സപ്ലൈ ചെയിൻസ്. അപ്പോൾ ഇവിടെ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജും വരുന്നുണ്ട്, ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിമൈസസ് ഓപ്പറേഷൻസ്, നമ്മളുടെ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിൻ്റെ ഓപ്പറേഷൻസ്, സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിലെ എല്ലാ ഫങ്ഷൻസിനെയും ഒപ്റ്റിമൈസ് ചെയ്യാനും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസിന് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫോർമേഷൻ. The second level of fourth party logistics solution is transformation. It focuses on improving the supply chain functions. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഓൾഡിൽ നിന്നും ന്യൂയിലേക്ക് അല്ലേ നമുക്കൊരു ചേഞ്ച് വരുമ്പോഴാണ് അവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആക്ടിവിറ്റീസിൽ നിന്നും ചേഞ്ചസ് വന്നുകൊണ്ട് സപ്ലൈ ചെയിൻ ഫങ്ഷൻസിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഇവിടെ ടെക്നോളജീസ് അഡ്വാൻസ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജീസ്, കൂടുതൽ സ്കിൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്നോവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സപ്ലൈ ചെയിൻ ഫങ്ഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ട്രാൻസ്ഫോർമേഷൻ മൂലം സാധിക്കുന്നു. ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് സെയിൽസ് ആൻഡ് ഓപ്പറേഷൻസ് പ്ലാനിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, മാനേജ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്, സ്ട്രാറ്റജി ആൻഡ് കസ്റ്റമർ സപ്പോർട്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ട്രാൻസ്ഫോർമേഷൻ ഇതിലൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഇംപ്ലിമെൻറ്റേഷൻ. The fourth party logistics solutions provider implements recommendation for an efficient use of supply chain management. അപ്പോൾ ഇവിടെ വരുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാര്യത്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇവിടെ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് സൊല്യൂഷൻ പ്രൊവൈഡർ ഇംപ്ലിമെൻറ്റ്സ് റെക്കമെൻഡേഷൻ ഫോർ ആൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിനെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ബിസിനസ് പ്രോസസ് റീ അലൈൻമെൻറ്റ്. അതായത് ബിസിനസ് പ്രോസസ്സുകളെ റീ അലൈൻ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ബിസിനസ് പ്രോസസ്സുകൾക്ക് ഒരു ഫോമാറ്റ് ഉണ്ടാവും. അതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അലൈൻ ചെയ്തുകൊണ്ട് അവിടുത്തെ ആക്ടിവിറ്റീസിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ദെൻ ടെക്നോളജി ആൻഡ് സിസ്റ്റം ഇൻറ്റഗ്രേഷൻ അക്രോസ് ദ ക്ലയൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ്. സർവീസ് പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ ക്ലയൻസുമായിട്ടുള്ള ഒരു എൻഹാൻസ്മെൻറ്റ്, അത് അവരായിട്ടുള്ള ഒരു ലിങ്ക്, അതുപോലെ തന്നെ അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതും കൂടെ വരുന്നുണ്ട്. ആൻഡ് ട്രാൻസിഷൻ ഓഫ് ഓപ്പറേഷൻസ് ടു ദി ഡെലിവറി ടീം. ലാസ്റ്റ് വരുന്നത് ആ ഓപ്പറേഷൻസിനെ ഡെലിവറി ടീമിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷനിൽ ഫസ്റ്റ് ക്ലയൻറ്റ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡറുമായിട്ടുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിന് ഡെലിവറി ടീമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് എക്സിക്യൂഷൻ. ദ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡർ ടേക്സ് ദ ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി ഫോർ മൾട്ടിപ്പിൾ സപ്ലൈ ചെയിൻ ഫങ്ഷൻസ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ് സപ്ലൈ ചെയിൻ ഫങ്ഷൻസിനെയും പ്രോസസ്സിനെയും, അതായത് സപ്ലൈ ചെയിൻ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഒരു പ്രൊഡക്റ്റ് റിസോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മുതൽ അത് ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റി, ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുന്നത് ഫോർത്ത് പാർട്ടി ലോജിസ്റ്റിക്സിലൂടെയാണ്. ആൻഡ് ഇറ്റ് കവേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്, വെയർഹൗസ് ഓപ്പറേഷൻസ്, മാനുഫാക്ചറിംഗ്, പ്രൊക്യൂർമെൻറ്റ്, സപ്ലൈ ചെയിൻ, ഇൻഫർമേഷൻ ടെക്നോളജി, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ എക്സിക്യൂഷനിൽ എല്ലാ ആക്ടിവിറ്റീസും വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്, അതായത് റോ മെറ്റീരിയൽസ് ഫേമിലേക്ക് ഫസ്റ്റ് വരുന്നത് തൊട്ട് ആ ഫേമിൽ നിന്നും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലുള്ള, അല്ലെങ്കിൽ നമുക്ക് പറയാം
സപ്ലൈ ചെയിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ തൊട്ട് ലാസ്റ്റ് ഫംഗ്ഷൻ വരെ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. വെയർഹൗസിംഗ് ഓപ്പറേഷൻസ്, അതായത് ഈ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ റോ മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്നതായാലും അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സിനെ സ്റ്റോർ ചെയ്യുന്നതായാലും അങ്ങനെയുള്ള സ്റ്റോറേജ് ആക്ടിവിറ്റീസ് ഇവിടെ വരുന്നു. ദെൻ മാനുഫാക്ചറിങ്, പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതും ഇതിൽ വരുന്നുണ്ട്. പ്രൊക്യൂർമെൻറ്റ്, പ്രൊക്യൂർ ചെയ്യുക, പ്രൊഡക്ട്സ് റിസോഴ്സസ് പ്രൊക്യൂർ ചെയ്യുക എന്നുള്ള, അതായത് പർച്ചേസ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റീസ് ആയാലും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഫേമിൽ നിന്നും പർച്ചേസ് ചെയ്ത് ഡെലിവറി ചെയ്യുക എന്നുള്ളതായാലും ഇവിടെ വരുന്ന ആക്ടിവിറ്റിയാണ്. ദെൻ സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ എല്ലാ ഫംഗ്ഷൻസും അവിടെ വരുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി, അതും ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഏതൊക്കെ ടൈമിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഡിമാൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോർകാസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുക. ദെൻ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റിസോഴ്സസ് ഡെലിവറി ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിൽ വരുന്ന ഡെലിവറി മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ആ ഒരു നെറ്റ്വർക്കിനെ കണക്ട് ചെയ്ത് വെക്കുക, അതായത് ഏത് ടൈമിലും പ്രോഡക്ട്സ് ഡെലിവർ ചെയ്യണം, അതുപോലെ തന്നെ ഏതൊരു ടൈമിൽ റിക്വയർഡ് ആകുമ്പോഴും റിസോഴ്സസും അവൈലബിൾ ആയിരിക്കണം, ആ ഒരു നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് നമുക്കറിയാവുന്നതാണ്, കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് സർവീസസ് കൊടുക്കുക. അതുപോലെ തന്നെ വരുന്നത് കസ്റ്റമേഴ്സിൻ്റെ സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിലേ ഒന്നും കൂടാതെ തന്നെ അവർക്ക് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുക പ്രോഡക്റ്റ്. ദെൻ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, അതായത് സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽസ് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുക, അതിന് ഫേമിന് ഡിലേ ഒന്നും കൂടാതെ ഡെലിവറി ചെയ്യുക. ദെൻ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സിക്യൂഷനിൽ വരുന്നുണ്ട്. ദെൻ ദിസ് സൊല്യൂഷൻ ഫോക്കസ് ഓൺ ഓൾ എലമെൻറ്റ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ എല്ലാ ആക്ടിവിറ്റീസിലും ഇതിൽ വരുന്നുണ്ട്. കണ്ടിന്യൂസ്ലി അപ്ഡേറ്റഡ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ടെക്നോളജി ആൻഡ് ഇറ്റ് ഈസ് ടൈലർഡ് ടു സ്പെസിഫിക് ക്ലയൻറ്റ് നീഡ്സ്. ക്ലയൻസിൻ്റെ നീഡ്സ് അനുസരിച്ച് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിനെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഡയഗ്രാം വെച്ചിട്ട് 4PL ആൻഡ് 3PL ഡിഫറൻഷ്യേറ്റ് ചെയ്താക്കാണ്. ഇവിടെ മാനുഫാക്ചറേഴ്സ് ഫസ്റ്റ് വരുന്നത് 1PL ആണ്. 1PL മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ആയിരിക്കും. അതുപോലെ 2PL ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റിയാണ്. 3PL വരുമ്പോൾ ഇവിടെ മാനുഫാക്ചറിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. 4PL വരുമ്പോൾ മാനുഫാക്ചറിങ് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോജിസ്റ്റിക് സർവീസസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1PL മാനുഫാക്ചേഴ്സ് പ്രൊഡക്ട്സ് ആൻഡ് പെർഫോം സം ഓർ ഓൾ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് ഇൻ ഹൗസ്. അതായത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. ലോജിസ്റ്റിക്സ് പ്രോസസ്സിൽ ഇൻ ഹൗസ് ലോജിസ്റ്റിക്സ്, അതായത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഇവിടെ ചെയ്യുന്നത്. 2PL വരുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ, ഇറ്റ് procures manufacture products and performs some or all logistics processes in-house. 1PL പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ പ്രൊക്യൂർമെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, പ്രൊക്യൂർസ് മാനുഫാക്ചർ പ്രോഡക്ട്സ്, അവിടെ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്ട്സ് പ്രൊക്യൂർ ചെയ്യാണ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്. മാനുഫാക്ചർ ചെയ്ത പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫേമിൽ നിന്നും കസ്റ്റമറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ആയിരിക്കും ഇൻവോൾവ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ 3PL, അവിടെ ലോജിസ്റ്റിക് സർവീസ് പ്രൊവൈഡറാണ് വരുന്നത്. അവർ മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറേഴ്സിൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും ബിഹാഫിൽ ലോജിസ്റ്റിക്സ് പ്രോസസ്സുകൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് 3PL ആക്ടിവിറ്റീസിൽ വരുന്നത്. ദെൻ 4PL നമുക്കറിയാം 3PLനേക്കാളും കുറച്ചുകൂടി ഹയറാണ്. അതിൽ വരുമ്പോൾ ഈ പറയുന്ന 3 ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്, കൂടെ തന്നെ ലോജിസ്റ്റിക് സർവീസ് ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4PL organization provide many of the same services as it is repeated, but there are some important differences. അപ്പോൾ 4PL എല്ലാ ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സും ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ നിന്നും കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ കൗൺസിൽ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ് CSCMP യുടെ സപ്ലൈ ചെയിൻ, അതായത് 4PLൻ്റെ ഒരു ഡെഫിനേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫൺ എ സെപ്പറേറ്റ് എൻറ്റിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ജോയിൻറ്റ് വെഞ്ചർ or long-term contract between a primary client and one or more partners. അപ്പോൾ CSCMP പറയുന്നത് ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, ഒരു ജോയിൻറ്റ് വെഞ്ചർ, അതായത് കുറേ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫംഗ്ഷനാണ് 4PL ചെയ്യുന്നത്. അതായത് അവിടെ പല ആക്ടിവിറ്റീസും ഇവിടെ പറഞ്ഞു, മാനുഫാക്ചറിങ് തുടങ്ങി ഡിസ്ട്രിബ്യൂഷൻ തൊട്ട് ബാക്കിയുള്ള എല്ലാ ലോജിസ്റ്റിക് സർവീസസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫങ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് 4PL. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ലോങ് ടേം കോൺട്രാക്ട് ബിറ്റ്വീൻ എ പ്രൈമറി ക്ലയൻറ്റ് ആൻഡ് വൺ ഓർ മോർ പാർട്ട്നേഴ്സ്. ലോങ് ടേം കോൺട്രാക്റ്റാണ് 4PLും അതിൻ്റെ ക്ലയൻസും തമ്മിൽ വരുന്നത് ഒരു ലോങ് ടേം കോൺട്രാക്റ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് 4PLൽ വരുന്നത്. അതായത് ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്, സെപ്പറേറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്.
ഇതിൻ്റെ ക്ലയൻസും അതുപോലെ തന്നെ മറ്റുള്ള പാർട്ടികളുമായിട്ടുള്ള ഒരു ലോങ് ടേം കോൺട്രാക്റ്റാണ് 4PL വഴി സാധ്യമാക്കുന്നത്. Then 4PL is responsible for a supply chain planning, management and designing from start to end rather than standard delivery, distribution and transportation functions. അപ്പോൾ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് 4PLൽ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്, അതായത് ഒരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് മുതൽ അതിനെ കസ്റ്റമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും 4PLൽ വരുന്നുണ്ട്. മറ്റുള്ള ഫങ്ഷൻസിനേക്കാളും കുറച്ചുകൂടി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും, കുറച്ചുകൂടി ടെക്നോളജി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവും, കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫറൻസാണ് ഇതിൽ വരുന്നത്. കസ്റ്റമർ സർവീസ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. According to Francis D. Tucker, customer service is generally presumed to be a means by which companies attempt to differentiate their product, keep customer loyal, increases sales and improve profits. അപ്പോൾ കസ്റ്റമർ സർവീസ് എന്നുള്ളത് കമ്പനീസ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് അവരുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ള പ്രൊഡക്ട്സിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് കൂടുതൽ കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെ ആയിരിക്കും എപ്പോഴും കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ സർവീസ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിനെ അവരുടെ പ്രൊഡക്റ്റിൽ നിന്നും മറ്റുള്ള പ്രൊഡക്റ്റുകളിൽ നിന്നും അവരുടെ പ്രൊഡക്ട്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതുപോലെ കസ്റ്റമേഴ്സ് നമ്മളുടെ പ്രൊഡക്റ്റിനെ ലോയലാക്കി വയ്ക്കുക, ബാക്കിയുള്ള പ്രൊഡക്ട്സും യൂസ് ചെയ്യാതെ നമ്മളുടെ ബ്രാൻഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ നോക്കിയാൽ തന്നെ കാണാം, ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആയിരിക്കും കസ്റ്റമേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിനെ ആയിരിക്കും മെയിനായിട്ട് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാൻഡിൽ നിന്നും ഒരിക്കലും സ്വിച്ച് ചെയ്യില്ല, ആ ബ്രാൻഡിൽ തന്നെ അവർ ലീഡ് ചെയ്ത് പോകുന്നു, ആ ബ്രാൻഡ് തന്നെ എപ്പോഴും യൂസ് ചെയ്യാനുള്ള ഒരു പ്രിഫറൻസ് ആയിരിക്കും അവർ കാണിക്കുക. അങ്ങനെ കസ്റ്റമേഴ്സിനെ ലോയലാക്കുക. അതുപോലെ തന്നെ ഇൻക്രീസ് സെയിൽസ് ആൻഡ് ഇംപ്രൂവ് പ്രോഫിറ്റ്. കസ്റ്റമർ സർവീസിലൂടെ കറക്റ്റായിട്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. കാരണം കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് കൂടുതൽ ആ കമ്പനിയുടെ പ്രോഡക്ട്സ് പ്രിഫർ ചെയ്യുന്നതിലൂടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ദെയർ ബൈ ഇറ്റ് ഇൻക്രീസസ് പ്രോഫിറ്റ്സ് ഓൾസോ. ഓക്കെ, ഇനി ദെർ ആർ സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കസ്റ്റമർ സർവീസ്. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് പ്രോസസ് ഫോർ ഇംപ്രൂവിങ് വാല്യൂ ആഡഡ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് നമ്മുടെ പ്രൊഡക്ട്സിനോടുള്ള ഒരു വാല്യൂ, അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുന്നു. വാല്യൂ ആഡഡ് സർവീസസ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് എത്തിക്കുക. ഇറ്റ് ഓൾവേസ് എൻഷുവേഴ്സ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് സർവീസ്. കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ കോസ്റ്റ് ആൻഡ് സർവീസ്, അതായത് കോസ്റ്റ് ബാലൻസ് ചെയ്തിരിക്കണം. കസ്റ്റമറിന് സർവീസ് കൊടുക്കുന്ന ആ ടൈമിൽ നമുക്ക് വരുന്ന കോസ്റ്റ് അതും സർവീസും തമ്മിൽ ബാലൻസ് ആയിരിക്കണം. നമ്മുടെ പ്രോഫിറ്റ് ഒരിക്കലും ഈ കസ്റ്റമർ സർവീസ് കൊടുക്കുന്നത് മൂലം പ്രോഫിറ്റ് ഡൗൺ ആവരുത്. അപ്പോൾ കോസ്റ്റും നമുക്ക് വരുന്ന കോസ്റ്റും അതുപോലെ തന്നെ സർവീസും തമ്മിൽ ട്രേഡ് ഓഫ് ബാലൻസ് ഉണ്ടായിരിക്കണം. ഇറ്റ് കീപ് ദ കസ്റ്റമർ ഹാപ്പി ആൻഡ് ലോയൽ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാനും നമ്മുടെ പ്രൊഡക്റ്റിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൂട്ടാനും കസ്റ്റമേഴ്സിനെ ലോയൽ ആക്കാനും സാധിക്കുന്നു. ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ചെയിൻ മെമ്പേഴ്സ്. സപ്ലൈ ചെയിൻ മെമ്പേഴ്സായിട്ട് ഒരു റിലേഷൻഷിപ്പ്, ഇപ്പോൾ കസ്റ്റമേഴ്സായിട്ടും കമ്പനിയായിട്ടും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുമ്പോഴും ആഫ്റ്റർ സെയിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ആ മാനുഫാക്ചറിങ് ഫേമും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള ഫംഗ്ഷൻസ് ചെയ്യുന്ന ഫേംസുമായിട്ട് ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിങ്സ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, ഇൻക്രീസസ് സെയിൽസ് ആൻഡ് ഇംപ്രൂവ്സ് പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കസ്റ്റമർ സർവീസിലൂടെ മാർക്കറ്റ് പ്ലേസിൽ നമ്മുടെ കോമ്പറ്റീഷൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതായത് മറ്റുള്ള പ്രൊഡക്ട്സിൽ നിന്നും നമ്മുടെ പ്രൊഡക്ട്സിനൊരു ഡിഫറൻസിയേഷൻ കിട്ടുകയും നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു. അതിലൂടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനും പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് കസ്റ്റമർ സർവീസിലൂടെ ഒരു കമ്പനിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. താങ്ക് യു.